ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു ദിവസം നാളെ നമ്മുടെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ എന്തുണ്ടാക്കാതെ ഞങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഈ തിക്കും തിരക്കിട്ടുള്ള പരിപാടികളാണ് എപ്പോഴും. ഈ ത്രെഡിങ് ആയാലും ഡ്രസ്സ് എടുക്കാം ഒക്കെ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് ഇവിടെ വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ദിവസം അപ്പോൾ രാവിലെ എഴുതി ശേഷം കേട്ടോ നമുക്ക് പുറത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അന്വേട്ടനും പറഞ്ഞു, ഞാനും പറഞ്ഞു, പൊന്നിനും ഷെബിക്കും പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എഴുതി ശേഷം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കായൊക്കെ മേടിച്ചിടുന്നു. അപ്പോൾ ഞാൻ പോകുമ്പോൾ നേരി ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഉണക്കപ്പയർ കുതിരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം ഉണക്കപ്പയർ കഴുകി കുക്കറിലിട്ടു, നേന്ത്രക്കായ അരിഞ്ഞിട്ടു, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കായും പയറും കറക്റ്റ് പാകം വേവാവട്ടോ. കുതിർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ആദ്യം പയർ മാത്രം വേവിക്കണം, എന്നിട്ട് കായിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കണം. പക്ഷേ ഇത് ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ടിട്ട് കുതിർത്തിയ പയറാട്ടോ. അപ്പോൾ ഓൾറെഡി നന്നായി വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കറിവേപ്പിലൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ചൊരു ഒരു മൺചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ പയറും കായൊക്കെ കറക്റ്റ് നല്ല രസമുണ്ടായിരുന്നു. ഉപ്പേരി സൂപ്പറായിരുന്നു കേട്ടോ. അതിൻ്റെ വേറൊരു മൈൻഡിലായിരുന്നു. പക്ഷെ നമ്മളതിന് പറഞ്ഞ വേറെ മൂഡിലെ ചേട്ടൻ കട്ടൻ ചായ പിടിച്ചത് അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കണം. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് വന്നേട്ടാ. അപ്പോൾ കടുക് നമ്മുടെ വെളിച്ചെണ്ണയുടെ ആദ്യം ഇട്ടത് കടുകാട്ടാ. കടുക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കായും പയറും പിന്നെ കടുക് പൊട്ടി. ഞാൻ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് എണ്ണയിലേക്ക് പോയി, അതുണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നതോട് കൂടിയിട്ട് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താന്ന് മനുഷ്യ പാസരില്ലേ പോയി സ്വർണത്തിനെടുത്തു പോയി മനുഷ്യൻ. കോയിനോട് പോയിട്ട് അറിയാം അവിടെ കാലത്തെ മാസ്റ്ററിക്കാരപ്പോൾ സ്വർണ്ണത്തിന് എടുത്തതെന്ന് പറഞ്ഞു. ഓടി രക്ഷപ്പെട്ടു. ഇനി ഇവിടെ അധികം നേരം അച്ഛനോട് സ്വർണ്ണത്തിന് മാസ്റ്റർ എടുപ്പിച്ചാൽ ഓടി. ചുമ്മാ പറയണ കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണ്ണത്തിന് മൂക്കത്തെടുക്കാൻ വേണമെങ്കിൽ എളുപ്പമല്ല. സ്വർണ്ണത്തിന് തീരെ വില കുറഞ്ഞ സമയമല്ലേ. അങ്ങനെ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം. അങ്ങനെ നമ്മൾ ഈ ചുവന്നുള്ളി കുത്തിമുളകൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഈ കായുപ്പേരിയും പയറും കൂടെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമായിട്ട് ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിൽ വേണം കേട്ടോ. അതാണ് കേട്ടോ ടേസ്റ്റ്. ഇങ്ങനെ മലര് പോലെ കിടക്കുന്നത് എനിക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ കുഴഞ്ഞ പോലെ കിടക്കുന്നത് എനിക്കിഷ്ടം. ഞാൻ നാളെ ആരുടെ വീഡിയോയിൽ അതുപോലെ പറഞ്ഞ നേന്ത്രക്കായ ഉപ്പേരി വയ്ക്കുമ്പോൾ ഒന്ന് കുഴയണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. സത്യം എനിക്ക് കുട്ടിക്കാലം തൊട്ടതിന് നേന്ത്രക്കായ അതിൽ ചെറുക്കായ ഉപ്പേരി വെച്ചാൽ അങ്ങനെ ഒന്ന് കുഴഞ്ഞിടണം. എന്നിട്ട് എനിക്ക് മീൻകറി ഒഴിച്ചിട്ട് ഉപ്പേരി മാത്രം തിന്നെ. അതായത് ഉപ്പേരി മീൻകറി കൂട്ടിയിട്ട് ഒരുമിച്ച് വയ്ക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി കായും പയറും ഉപ്പേരി വെച്ചു കേട്ടോ. അപ്പോൾ അതിനോട് ഒന്ന് അധികം വിപുലീകരിച്ച് ഒന്നും ചെയ്യാക്കേണ്ട ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറേ ചെയ്യാണ്ട് എളുപ്പപ്പണിയുള്ളത് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അടുത്തത് എളുപ്പപ്പണി എന്താ വെച്ചാൽ കുണുക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മോരിക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുണുക്കലായാലും ഇങ്ങനെ മോരിക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല പുളി കുറഞ്ഞ് നല്ല കട്ടി തൈര് എടുത്തിട്ട് തക്കാളി മോരും കൂട്ടിയിട്ട് ഒരു കറിയും വെച്ചു വിട്ടാൽ എളുപ്പം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കറിയും കാര്യങ്ങളും ഒക്കെ സെറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വെച്ച് കഴിഞ്ഞു. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു, ഒരു തരി ഉലുവ ഇട്ട് കൊടുത്തു വിട്ടാൽ. ഇനി അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു സബോളയുടെ പകുതി അരിഞ്ഞതും പച്ചമുളകും പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാതും ഒരുമിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് വാടി വേണ്ട ഒരു കറിയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വാടേണ്ട കാര്യമില്ല, വാടി കുഴയേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് സെറ്റായി വരുമ്പോൾ വെളുത്തുള്ളി വേണം കേട്ടോ. നമ്മളൊരു തക്കാളി എരിഞ്ഞതുണ്ട്, അതിട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളിട്ട് കൊടുക്കാം. നമ്മൾ മറ്റുള്ള ഫുഡിലേക്ക് പോലെ ഇങ്ങനെ തക്കാളി ഒരുപാട് ഉടഞ്ഞ് പോകുന്നു വേണ്ട കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. വേറെ ഒന്നുമില്ല. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇടുന്നത് പെരിഞ്ചീരക സോറി വെള്ളം ഒഴിച്ച് കൊടുത്തു. കുറച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ ഇത് 2-3 പച്ചമുളകും ചീനമുളക് ഉണ്ടല്ലോ അതാട്ടിട്ട് കാന്താരി മുളക് അത് 2-3 ഇട്ട് കൊടുത്തു. എരിവ് നല്ല മാതിരി ഇഷ്ടമാണ് അവിടെ, അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടു, പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തോട്ട് പിന്നെ നന്നായി ഒന്ന് ഇളക്കി. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ, നല്ല തൈര് കറി. അങ്ങനെ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നല്ല കട്ട തൈര് ഒന്ന് മിക്സിയിലടിച്ചിട്ട് കൊണ്ടുപോയിച്ചെടുത്ത് വേണ്ട. നമ്മുടെ കറിയുടെ ഒരു തിക്നെസ്സും ടേസ്റ്റും ഒക്കെ നല്ല രസമായിട്ടാണ്. ഇതും ഒരു ഉണക്കിൽ വറുത്തിൻ്റെ അന്തസ്. പിന്നെ ഒരു മാങ്ങയും ചീനമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഒരു ചമ്മന്തി, കാന്താരി മുളക് നാളികേരം ഇട്ട ചമ്മന്തി ഇട്ട അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഷെബി അങ്ങനെ തൈര് വെച്ച കറികൾ അധികം കൂട്ടാറില്ല. അപ്പോൾ ഷെബി അവരെ കൂണയ്ക്കുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി അവന് ചമ്മന്തിയും ആ കായപ്പേരി ഉണ്ടെങ്കിൽ അവൻ ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു നമ്മുടെ ചമ്മന്തി സെറ്റിട്ട്. അപ്പോൾ ഈ ഒരു കവർ എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ട് എന്ന് വെച്ചാൽ കുറേ പാത്രങ്ങൾ വേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ മൂടി വയ്ക്കും, ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴായാലും നമുക്ക് മൂടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ സേഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അടക്കള ഒരു രൂപമാവട്ടെ. പിന്നെ ഞാനൊരു 5-8 ഉണക്കമുള്ള എടുത്ത് വറുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്ന് ഹെൽപ്പറില്ല, അനുവേട്ടൻ ഇന്ന് ലീവാണ് കണ്ട. ഇന്ന് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നിസ്സാര പണികളാണ് പറഞ്ഞിട്ട് വരെ 10,000-4,000 രൂപയാണ് കയ്യിൽ നിന്ന് ചിലവ്. അപ്പോൾ എന്തൊക്കെയോ മൂടുന്ന് ഷീറ്റിട്ട് വീണ്ടും ഇതുമ്മക്ക് വെള്ളം ശീതളടിക്കുക, ലീക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ പൈപ്പ് ഇടലും കാര്യങ്ങളാട്ടോ. അപ്പോൾ അത് ഓരോ സ്ഥലത്തെ പണികൾ പറഞ്ഞു കൊടുത്ത് അതിനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതാണ് ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവുകളാണ്. നമ്മൾ ഒന്നിനായിട്ട് മാറ്റി വയ്ക്കുന്ന കാശായിരിക്കും ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പണി നട്ട് വിളിച്ചതാണ്, പക്ഷേ 10,000-4,000 രൂപയുടെ അടുത്തോളം ആ ഒരു കയ്യിൽ നിന്ന് കാശ് പോയി ഒരു ദിവസം. അങ്ങനെ നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ ചിലവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാ വീട്ടുകളും. അതൊന്നും ആരും മനസ്സിലായില്ല. ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഇരിക്കണ്ടോ, പക്ഷെ കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നത് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലേക്കും നമുക്ക് ചില ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടായിട്ട് ഇങ്ങനൊരു കേസ് എനിക്ക് 14,000 കയ്യിൽ പോകുന്നത്. അപ്പോഴേക്കും പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാരണമൊന്നും ഉണ്ടാക്കാത്ത കാരണം കുണുക്കി നല്ല കഞ്ഞി ചമ്മന്തിയും അച്ചാറും കടുമാങ്ങ അച്ചാറിൻ്റെ കൊടുത്തുവിട്ടാ. കുണുക്കിന് കഞ്ഞി അധികം ഇഷ്ടമൊന്നുമില്ല. കുണുക്കിനെ ഞാൻ കളിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാം ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കുണുക്കൻ കഞ്ഞി കുടിക്കുന്നത്. ആ കൂടി കണ്ടാലോ. പക്ഷേ കുണിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും ചമ്മന്തി അച്ചാർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കുണുക്കിന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ലോണം വെളിച്ചം കിട്ടാൻ നോക്കട്ടെ. അങ്ങനെ അങ്ങനെ ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എനിക്ക് അടിച്ചോടി പരിപാടികളൊക്കെയാണ് കേട്ടോ. ഒരുത്ത സൈക്കിൾ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പോയിട്ടാ മേശയൊന്നും വീഴണ്ട. നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ മുറ്റത്ത് അപ്പം ഫുഡ് കൊടുക്കുന്ന മേശയും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടപ്പോൾ അവിടെ എൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് സൈക്കിൾ ഓടിക്കാൻ പോയി കൊടുത്തേ. അവൻ്റെ ഒരു കാര്യം നോക്ക്. എന്ത് അപ്പൊ അങ്ങനെ അങ്ങനെ വേറെ തലപ്പം ഇന്ന് ചിരിച്ചത് അതിന് ഞങ്ങളുടെ മോൻ്റെ സംസാരം കേട്ട് ഇന്ന് ചിരിച്ചപ്പോ എന്ത് ചെയ്യാ, തല തിരിഞ്ഞ മക്കള് ജനിക്കുന്ന കാലഘട്ടങ്ങളാ. നോക്ക്, രാവിലെ എന്നെ പ്രാന്ത കളിക്കാൻ പോയി നിൽക്കുക, എനിക്ക് എഴുതിയാ കളിക്കുക. എത്ര ദിവസം കറക്റ്റ് അടുത്ത ഞായറാഴ്ച ലാസ്റ്റ് കാലാശക്കൊട്ടിന്റെ ദിവസം അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, നമ്മുടെ സമാധാനം സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു. വേറെ ഒന്നുമില്ല കേട്ടോ, പഠിപ്പിക്കാതെ നല്ലൊരു പണിയാണല്ലോ. എനിക്ക് പഠിപ്പിക്കാൻ മാത്രമല്ല, എനിക്ക് വീട്ടിലെ പണിയും വീഡിയോ എഡിറ്റിങ്ങും അവരെ പഠിപ്പിക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു കട്ട പണി എന്തായാലും. അപ്പം ഞാൻ ഇനി എന്തായാലും കൂടുതൽ കുക്കിങ്ങിലേക്കായിരിക്കും എൻ്റെ ശ്രദ്ധ മൊത്തം. കുക്കിംഗ് വീഡിയോ മാത്രമായിരിക്കും എൻ്റെ ചാനലിൽ. അല്ല, അപ്പം നമുക്കറിയാം കുട്ടികൾക്ക് എളുപ്പത്തിൽ ഫുഡ് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന കുറച്ച് എളുപ്പമുള്ള വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരാമല്ലോ. അങ്ങനെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ല നല്ല ഫുഡുകളും കാര്യങ്ങളും. ചിലവർ പറയും നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ എന്താ കൊണ്ടുപോകും, നിങ്ങൾ പറഞ്ഞു തരണ്ട, അതൊക്കെ നിങ്ങൾക്ക് അറിയാം പറഞ്ഞിട്ട് എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അത് എന്നോട് പറഞ്ഞു. പടുത്ത് ചേച്ചി ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന പോലെയാണ് ഞാൻ ചെയ്തിരുന്നതെന്നൊക്കെ. പടുത്ത് എവിടെയോ പോയപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഉണ്ടാകുന്ന പോലെയാണ് ഫുഡ് ഞാൻ നോക്കിയിട്ടാണ് മുന്നോട്ട് കൊടുത്ത് സ്കൂൾ കൊടുത്തത്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. നമ്മളെ സ്നേഹിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ചില പറയും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ്, അതാണോ. അപ്പം നമ്മൾ അങ്ങനെ നോക്കിയാൽ ഒറ്റ പാരൻസിന് വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തേക്കാൻ പറ്റില്ല അല്ലേ.
പിന്നെ സ്കൂളത്തെ ഫുഡ് മാത്രം കുടിക്കാൻ പറ്റില്ല, അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെ സ്കൂളിൽ എനിക്ക് തോന്നുന്ന എല്ലാ കുട്ടികളിലും ഇവർ മാത്രമായിരിക്കും ഭക്ഷണം കൊണ്ടുപോകുന്നത്, ബാക്കി എല്ലാവരും അവിടെ കഴിക്കുന്ന കുട്ടികൾ തന്നെയാണ്. 90% ആൾക്കാരും അവിടുന്ന് കഴിക്കും. എല്ലാ കുട്ടികളും അവിടെ തന്നെയാണ്. കുണുക്കന് കുണിക്ക് മാത്രമേ ഫുഡ് വീട്ടിൽ കൊണ്ടുപോകുന്നവരുള്ളൂ. കുണുക്കന് കുണിക്ക് ക്ലാസ് കേട്ടോ. കഴിഞ്ഞവരൊക്കെ ആയാലും കുണുക്കന് കുണിക്കാൻ ക്ലാസ്സിലൊക്കെ കുണുക്കന് കുണിക്ക് മാത്രമേ ഭക്ഷണം കൊണ്ടുപോകുന്നവരുള്ളൂ. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തേക്ക്. അതെനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കതൊരു ഇതാണ്. അവർക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ട്. അതിപ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും എവിടെയൊക്കെ വരും, ഇവിടെ ആരെങ്കിലും അടക്കള കയറുകയാണെങ്കിൽ അത് എനിക്ക് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കണം. അതെൻ്റെ ഒരു എന്താ പറയുക, ദുർവാശിന്ന് അറിയാം, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ഇവർക്ക് എന്ത് കാര്യം, എന്ത് പഞ്ചായത്തിനായാലും മക്കൾക്കായാലും അവർക്ക് എന്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പോലും അത് എൻ്റെ ഇഷ്ടത്തിന് എടുക്കണം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചുരുക്കം പറഞ്ഞാൽ ക്ഷമിക്കും കുണുക്കുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ട്രെൻഡ്സിൽ വരും. അപ്പോൾ ഞങ്ങൾ മഴ കുളിക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ പോയിട്ട് അങ്ങനെ വന്നാട്ടോ. എപ്പോഴെങ്കിലും വല്ല ഫംഗ്ഷൻ ഉള്ളപ്പോൾ ത്രെഡ് ചെയ്യണം, അല്ലെങ്കിൽ ത്രെഡ് ചെയ്യലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കേച്ചേരി കീർത്തിനടുത്ത് പോയി ത്രെഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ട്രെൻഡ്സിലെത്തിയപ്പോൾ ഞാൻ പൊന്നു നീ ഒന്ന് ഇറങ്ങിയിട്ട് കുണുക്കിനോടെയുള്ള ഒരു ബനിയൻ എടുക്കും. ഒരു സിമ്പിൾ ബനിയനെല്ലാം വേണ്ടു, ഒരു ബനിയനോ എന്തെങ്കിലും കുണുക്കിന് ഷർട്ടോ നോക്കി എടുക്കുകയാണ്. എന്താ അവിടെ ചെയ്യാൻ ആൾക്കാരാണ്. അപ്പോൾ ഷേബി ആദ്യം കുണുക്കിന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അമ്മ ഇറങ്ങിക്കോട്ടോ, കുണുക്കിന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അമ്മ ഇറങ്ങിക്കണം. അതെന്താ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും അറിയാം, അവർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ആർക്ക് എടുക്കുമ്പോഴായാലും അത് എൻ്റെ ഒരു സെലക്ഷൻ അല്ല. ഇത് എനിക്ക് അവരത് ഇട്ട് കാണുമ്പോൾ ഒരു തൃപ്തി വരണമെങ്കിൽ ഞാൻ ഇറങ്ങണം കളത്തിൽ. ഞാൻ അതിങ്ങനെ ഇങ്ങനെ എനിക്ക് ഈ അച്ഛനും മക്കളെ എങ്ങനെ നടക്കണം, എങ്ങനെ ചെയ്യണം, അതൊരു ചെരുപ്പ് അവരെങ്ങനെ ഇടണം, അതൊക്കെ എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ ആഗ്രഹം. അത് ഇപ്പോൾ എന്നല്ലാട്ടെ, ഞാൻ കല്യാണം കഴിഞ്ഞ പുതിയതിലോട്ട് അങ്ങനെ തന്നെയായിരുന്നു. 15 വയസ്സ് കല്യാണം കഴിഞ്ഞ് വന്നാലും ഫുൾ കൈ ഷർട്ടാണ് ആളുടെ കഴിഞ്ഞ് ഹാഫ് ആക്കിച്ച് ഫുൾ കൈ ഷർട്ടാണ് തന്നെയായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് ഫുൾ കൈ ഷർട്ട് ആൾക്കാർ ഇഷ്ടം. എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വീട്ടിൽ 4 പെണ്ണും അച്ഛനും അമ്മയായിട്ട് വളർന്നു വന്ന വീട്ടിൽ ആണായിട്ട് കാണുന്നത് അച്ഛനെ മാത്രം, വേറെ ആങ്ങളമാരോ കാര്യങ്ങളില്ല. നമ്മുടെ വീട്ടിലെ ഒരാണെന്ന് പറഞ്ഞാൽ അച്ഛൻ. അച്ഛന് ഞാൻ കൂടുതൽ കാണുന്ന വേഷം മുണ്ടും ഷർട്ടാണ്, ഹാഫ് ഷർട്ട്. അതും എൻ്റെ അച്ഛൻ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയ ഏതൊക്കെ ഷർട്ട് വെച്ചാൽ അതൊക്കെ എൻ്റെ അച്ഛൻ എടുത്തുകൊണ്ട് നെറുക്കൂട്ട് സിനിമ, മമ്മൂട്ടിയുടെ അന്നത്തെ അത് ഏതൊക്കെ സിനിമയിലെ ഷർട്ടുകൾ അറിയുന്നത് അതൊക്കെ അച്ഛനെടുത്തിട്ട് വരും. അങ്ങനെ അച്ഛൻ അങ്ങനത്തെ ഒരു കാലഘട്ടം എടുത്തിട്ട് അച്ഛൻ്റെ. അപ്പം അങ്ങനെ കണ്ടു വളർന്ന ഒരു മോളായതുകൊണ്ടാക്കി തോന്നുന്നു എനിക്ക് എൻ്റെ അനുവേട്ടനും ഷർട്ടും കൊണ്ടെടുത്ത് കാണാൻ എനിക്ക് ഇഷ്ടം. എനിക്ക് പാൻറ് ഇടുന്ന ഇഷ്ടമല്ല. എൻ്റെ മോന് ഇന്നലെ അതിനായിട്ട് പറ്റിയ ഒരു പാൻറ് എടുത്ത് നോക്കിയിട്ട് ഇത് അതാണ് പാൻറ് എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല. പാൻറ് ഇടുന്നത് ഇഷ്ടം. ഭംഗിയില്ല പാൻറ് ഉണ്ടെങ്കിൽ ഒരു 28 വയസ്സായിരുന്നു. പാൻറ് ഉണ്ടെങ്കിൽ 28 വയസ്സാവണം, ഏജ് ആവണം. പറ്റുമോ? വലുതാവട്ടെ, കുറച്ചുകൂടി 28 കഴിഞ്ഞിട്ട് വലുതാവട്ടെ. പിന്നെ 48 ഉദ്ദേശിച്ചത്. ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം പന്തിനും കാര്യങ്ങളൊക്കെ ഇട്ടിന് ഞാൻ കാണിച്ചേട്ടാ. എന്തുട്ടാ അങ്ങനെ ലേട്ടാ അതിൻ്റെ അത് നല്ല ശീലമായിട്ടാ തോന്നുന്നു, പൊട്ട ശീലമായിട്ട് തോന്നുന്നു. അതൊക്കെ നല്ല ശീലമല്ല, നന്നാക്കി നടത്തണമെന്നുള്ള ആഗ്രഹമല്ല. നല്ല ശീലമല്ല, നല്ല ശീലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ചെയ്യാൻ വന്നതിന് ശേഷം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഷർട്ട് എന്ന് പറഞ്ഞാൽ അത് ഫുൾ കൈ ഇടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ഹാഫ് കൈ. അന്യായിട്ട് ഇപ്പം എന്താ ഇഷ്ടം? ഹാഫ് കൈയാണ്. പിന്നെ ഫുൾ കൈ ചില ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഫുൾ കൈ പിന്നെ വല്ല ഫംഗ്ഷന് പോകണ തലേദിവസം വന്നെ ഷർട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഹാഫ് കൈ കിട്ടിയില്ല, ഗതി കിട്ട മാത്രം എടുക്കുന്ന ഷർട്ടാണ് ഫുൾ കൈ. അല്ലെങ്കിൽ ഫുൾ കൈ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ കുണുക്കനും ഞാൻ ഇപ്പോഴെന്നെ ഹാഫ് കൈ ഷർട്ടാണ് ഞാൻ കുണുക്കൻ എടുക്കണം കേട്ടോ. ഇന്നലെ ഇപ്പോൾ പോയി എടുത്ത ഷർട്ടൊക്കെ ഹാഫ് കൈ. ദൈവമേ രാവിലെ തുടങ്ങും ഇങ്ങനെ എറിഞ്ഞ അത് ബോച്ചയുടെ അവിടെ പോയിട്ട് കിട്ടിയതപ്പോൾ ഈ കളി
സെറ്റാണ് പക്ഷെ അങ്ങനെ ഇനി എന്താ രാവിലേക്ക് എന്താ അതാ നിങ്ങളോട് ചോദിച്ചു രാവിലേക്ക് എന്താ ദോശമാവ് മേടിച്ചാൽ മതിയായിരുന്നില്ലേ അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് ഇട്ടാൽ മതിയായിരുന്നു ഇഡ്ഡലി പാത്രം പുതിയത് മേടിച്ചല്ലേ അവിടെയും പിഴവ് സംഭവിച്ചത് ഇഡ്ഡലി പാത്രം ശരിക്കും അടയാത്ത എന്താ അടയണില്ലേ കൊണ്ടുകൊടുത്ത് പറ്റില്ല മാറ്റി തരുമോ എന്ന് ഇഡ്ഡലി പാത്രം മേടിച്ചായിരുന്നു ഞങ്ങൾക്ക് ഡാമേജ് ഉള്ള പാത്രം ഇട്ട ഒരു കമന്റ് നിങ്ങൾ ഈ അടക്കള നോക്കിയിരിക്കാൻ വൈറ്റാന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ പലചരക്ക് നോക്കിയിരിക്കാൻ പണികളൊന്നും ചെയ്യണില്ല ഈ അടക്കളയിൽ നിന്ന് അപ്പൊ നമ്മള് അത്രയും ഇതിലുണ്ടായിരിക്കും അടി എന്താ വെച്ചാൽ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ അടുക്കളയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ കൂടുതൽ എന്താ വെച്ചാൽ നമ്മൾ മീൻ വറക്കുന്നത് ഇതൊക്കെ ഈ പുകയിൽ ഈ ചിമ്മിണി പോകുമ്പോൾ അതൊക്കെ കറണ്ട് ബില്ലാണ്. പിന്നെ മാത്രമല്ല അത് പിന്നെ ക്ലീൻ ആക്കൽ പിടിക്കൽ ഇരട്ടി പണികളാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല ചായ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിപ്പോൾ വല്ല വിശേഷങ്ങളുണ്ടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാളിൽ വരുമ്പോഴേക്കും കാണുന്ന സ്ഥലത്താണ് ഈ കിച്ചൺ ഉള്ളത്. ഹാളിൽ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഹാളിലൊന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ കിച്ചൺ എപ്പോഴും കിച്ചൺ ദാന്നായിരിക്കണം അപ്പൊ ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മൾ എപ്പോഴും ഫുഡ് ഉണ്ടാകുന്ന കിച്ചണാണെങ്കിൽ നമുക്ക് എപ്പോഴും എണ്ണമേൽക്കും കാര്യങ്ങളും ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് പണ്ടും അതെ നല്ലൊരു പണി തന്നെയാണ് അടുക്കള വൃത്തിയാക്കി വെക്കുന്നത്. ഇതൊക്കെ തുടച്ച് വൃത്തി ക്ലീൻ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു അടുക്കള മാത്രമല്ല അല്ലെങ്കിൽ ആ അടുക്കളയിൽ വൃത്തിയാകും. ഈ അടുക്കളയിൽ നല്ല പണിയാണെങ്കിൽ എളുപ്പമല്ല. എനിക്ക് രാവിലെ വെച്ചാൽ വീട്ടിലെ പണികളും കാര്യങ്ങളും ഇപ്പം ഇന്നലെ പൊന്നു വർക്കുന്ന ഷേപ്പ് രാവിലെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കാർട്ടൂൺ നോക്കണം അങ്ങനെ എനിക്ക് എൻ്റെ ഇത് ചെറിയ ചെറിയ കുട്ടികൾ അപ്പം എല്ലാം പണി കൂടി താങ്ങില്ല വീഡിയോ എഡിറ്റിങ്ങിന്. അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി പാത്രം വീണ്ടും പണി തന്നു. നമ്മുടെ ഇന്ന് ഇഡ്ഡലി പാത്രം മേടിച്ചത് ഇതാണ് ഗേജി. എവിടെ നിന്നാണ് ഒരു നല്ല ഇഡ്ഡലി പാത്രം മേടിക്കാൻ കിട്ടുക. സത്യം ഞാൻ 2-3 പ്രാവശ്യം മേടിക്കണമെങ്കിൽ ഫുള്ളും ഫ്ലോപ്പായിട്ട് കിട്ടുന്നുണ്ട്. ഇഡ്ഡലി പാത്രം നല്ലൊരു ഇഡ്ഡലി പാത്രം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ അടുക്കള വീണ്ടും നാരായണത്ത് പ്രാന്തനന്ദി വീണ്ടും അടുക്കള ക്ലീനാക്കൽ കരുതി എത്ര പ്രാവശ്യമാണെന്നല്ലോ. ഇന്നിപ്പോൾ ഇന്ന് 4 പ്രാവശ്യം വീട് ഞാൻ അടിച്ചടിച്ചിട്ട് ഞാൻ അടിച്ചടിച്ചിട്ട് അപ്പോൾ ഈ കാർത്ത് പിന്നെ പോയിട്ട് എന്തെങ്കിലും വേസ്റ്റ് ആക്കും. എന്ന് വെച്ചാൽ പൊന്നു ഷെബി രാത്രി 12 മണിയാകുമ്പോൾ വർക്കിന് പോയിട്ട് അവർക്ക് ഇന്ന് 2 വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയില്ല വീട്ടിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തും ഫങ്ഷനുണ്ട്. അന്വേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ മനസ്സമ്മതം ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് പോകണം കേട്ടോ. എനിക്ക് ഈ 3 എണ്ണത്തിനെ നോക്കും വേണം. അതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം അടിച്ചെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇന്ന് വീടിൻ്റെ ഫ്രണ്ട് ഫംഗ്ഷൻ കാണുമ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വീട്ടിൽ അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കണം. എനിക്ക് തന്നെയാണ് അങ്ങനത്തെ ഒരു ഇത് കൂടുതലുള്ള ആളാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് വീട് അടിച്ചടക്കിണ്ട് ഉണ്ണോട് പല്ലാക്കിണ്ട്. രാവിലെ നേരത്തെ എണിച്ചിട്ട് എന്താ വെച്ചാൽ ഇവർ എനിക്കണെങ്കിൽ കൊണ്ട് പറ്റുന്ന പരിപാടികളൊക്കെ കഴിക്കാൻ വെച്ചിട്ട് അതിനിടെ നമ്മുടെ കാർത്തൊന്നും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും പൊന്നു ഷെബി ഒരു വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ആ നേരത്താണ് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ. ഒരു തുട കഴിഞ്ഞു, 2ാമത്തെ തുടയാണ് കേട്ടോ. കാർത്തു ഇറങ്ങിയ നേരം കൊണ്ട് ഞാൻ ഒരു വീട് തുടയ്ക്കാം കേട്ടോ. കാർത്തു പൊന്നിൻ്റെ ഷെബിയുടെ അടുത്ത് പോയി ഞാൻ 9:30 എണിച്ചിട്ട് വീണ്ടും അടുത്ത വർക്കിനെ ഒരു കൂട്ടാം. അങ്ങനെ അടക്കളയും എല്ലാവണ്ണം തുടച്ച് അടുക്കള അവിടെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം. പണി തീരാറായാലും ഈശ്വര എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫാനൊക്കെ ഇട്ട് ഉണക്കാണ്ടായിട്ട് എന്താ വെച്ചാൽ കണ്ട ഷെബി വരും. അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര മഴ കേട്ടോ. നിങ്ങൾക്ക് ആ പൈപ്പിൽ നിന്ന് വെള്ളം വീണുണ്ടാവും. ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഷെബി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഫംഗ്ഷൻ നടക്കണതിന് നമ്മുടെ കാറൊക്കെ ബാക്കിൽ കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ അവർ മേക്കപ്പിന് പോവുക. പൊന്നു ഷെബി പോയി കാത്തുമ്പോൾ എൻ്റെ ഒക്കെ എത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. പുട്ടുപൊടി കുറയ്ക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ കുണുക്കൻ മാമെടുത്തുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവർ നോക്കണ കാര്യം എനിക്ക് സമ്മതം. ചില നേരത്ത് ഇരിക്കും, ചില നേരത്താണ് കാത്തു ആരുടെ അടുത്തിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അപ്പാപ്പ എന്നെയാണ്. ഇപ്പോൾ അപ്പാപ്പനെ അഞ്ഞോ എന്നൊക്കെ എന്നെ വിളിക്കും കേട്ടോ. അങ്ങനെ ഫീസറിൽ കുറച്ച് നാളികേരം ചെറിയതുണ്ടായത്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്നിട്ട് പറഞ്ഞു നമുക്ക് 4 കഷ്ണം പുട്ടുണ്ടാക്കാം ഉണ്ണിയെന്നാണ്. അങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടും പപ്പടം കഴിച്ച് പഴമുണ്ട്. പക്ഷെ അത് മാത്രമാണെങ്കിൽ കുണുക്കൻ കഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഇതൊരു കുറച്ച് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറി ഉണ്ടെങ്കിൽ പിന്നെയും കഴിക്കും. അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. ഒരു 2-3 കഷ്ണം പുട്ട് പൊന്നു ഷെബി ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് വരും. അപ്പോഴേക്കും അവർക്കും വേണം.
ഞങ്ങൾക്കും വേണം. അങ്ങനെ അച്ഛനായിട്ട് എന്തോ ഒരു കാര്യത്തിന് പോയി വരുമ്പോൾ പുട്ടുമായി, ചെറുപ്പയർ കറിയായി, പപ്പടം കാച്ചി, അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാട്ടോ. എങ്ങനെയാണെന്നറിയോ, നല്ല പുട്ടും നല്ല ചെറുപ്പയർ കറിയും പപ്പടവും നല്ല നാരങ്ങച്ചാറും കൂടി, അല്ലെങ്കിൽ മാങ്ങച്ചാറും എന്തെങ്കിലും ഒന്ന് കൂട്ടി കുഴച്ച് ഇതിന് ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എനിക്ക് പൊതുവേ നാരങ്ങച്ചാറിൻ്റെ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടുമാങ്ങ അച്ചാറിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടാണ്. അപ്പോൾ മേടിച്ച് എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല, അത്ര ടേസ്റ്റ് ഇല്ല. നല്ല കടുമാങ്ങ അച്ചാർ എവിടെ നിന്ന് കിട്ടുകയെന്ന് അറിയില്ല. ഞാൻ 2-3 ഇൻസ്റ്റയിൽ കണ്ടു, പക്ഷെ നല്ലതാണെന്ന് അറിയാത്താൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കടുമാങ്ങ അച്ചാറിനോട് ഇപ്പോൾ ഭയങ്കര ഒരു പ്രേമം തോന്നി. വെറുതെ എന്തെങ്കിലും തരി ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഗ്രേവി തരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വായിക്കൊരു ചൊടിയാണ്. നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ സാധനത്തിനോട് ഇഷ്ടം. എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കടുമാങ്ങ അച്ചാർ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കിയില്ല, ഏകദേശം ഞാൻ ഒരിക്കലും 3-4 കുറ്റി പുട്ടുണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് കൂടിയ കാരണം ഞാൻ ഉണ്ടാക്കി. ഞങ്ങൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 2 കുറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ പുതിയ മേടിച്ച കുറ്റി ചെറുതാണ്, ഈ പ്രാവശ്യം കിട്ടിയ പുട്ടുപൊടി ചൂവില്ല. അപ്പോൾ ഞാൻ നനച്ചതിന് ശേഷം കുറേശ്ശെ മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് പൊടിക്കും. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റായിട്ട്, പുട്ടുപൊടി ഒരു മയമില്ലാത്ത പുട്ടുപൊടി. അപ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ച് തരുമ്പോഴേക്കും ഒന്ന് സെറ്റാകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. മയമില്ലാത്ത പൊടിയാണെങ്കിൽ ജീരകവും ഉപ്പും നേരെ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചൊരു 10 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആവുമല്ലോ, അപ്പോൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിക്കുക കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ. കറിയുടെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ്. അതും എനിക്ക് ചെറുപ്പയർ കറി കൂട്ടിയിട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറുപ്പയർ കറി, കടല. പുട്ടിൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോ ഇവിടെ വരെ എത്തി. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അടുക്കളയൊക്കെ ക്ലീനാക്കിയിട്ടു, ആ അടുക്കള ക്ലീനായി, ഇപ്പുറത്തെ അടുക്കളയും ക്ലീനാക്കിയിട്ടു. ആ അടുക്കള ക്ലീനാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ അടുക്കളയും ഞാൻ ക്ലീനാക്കിയിട്ടു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീട്ടിലെ പണി കഴിഞ്ഞൊരു സമാധാനത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ്റെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിരുന്നും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സമയം ഇപ്പോഴായിരിക്കും. നമ്മുടെ വീട്ടിലിങ്ങനെ വിരുന്ന് കൊടുക്കാനും ഒക്കെ ഒരു സമയമുണ്ടല്ലോ, അതിപ്പോഴായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ അവിടെ നടക്കുന്ന ഫംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അജുവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലത്തെ ഫംഗ്ഷൻ വന്നു കേട്ടോ. ഇപ്പോൾ ഇത് ആ ഒരു ഫംഗ്ഷനിലാണ് കേട്ടോ. അവിടുത്തെ മനസ്സമ്മതം കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നമുക്ക് സാധാരണ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചേ കഴിച്ചുള്ളൂ, അവിടെ നിന്ന് കഴിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കഴിച്ചാൽ പിന്നെ ഭക്ഷണം വേണ്ട എന്ന് തോന്നിപ്പോയി. പിന്നെ ഞങ്ങൾ പാലട പായസം എല്ലാവരും ഒരു ഗ്ലാസ് കുടിച്ചു. അന്നേട്ട് ഒരു ഗ്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇന്നൊരു വായ പാലട കുടിച്ചിട്ട് ഒരു വായ കുടിച്ചോളും. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ഡയറ്റിങ് നിർത്തില്ല. ഡയറ്റിങ് നിർത്തിയാൽ ഞാൻ ചെയ്തിരുന്ന രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം, അതായത് കുറേശ്ശെ ഫുഡ് കഴിക്കുന്നുണ്ട്. നീ കഴിക്കുന്നതിൻ്റെ നേർപകുതി ഫുഡാണ് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. പിന്നെ ആഗ്രഹമുള്ള തരി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ തുറന്നതിന് ശേഷം നമുക്ക് ഇനി ഡയറ്റ് എടുക്കാം. ഇപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിടിക്കുമ്പോഴും നമുക്കായിട്ട് ഇനി സെപ്പറേറ്റ് ഉണ്ടാക്കുക, ഇതൊക്കെ മെനക്കേടല്ലേ. അപ്പം എന്നോട് സ്കൂളൊക്കെ പോയി തുടങ്ങിയാൽ നമുക്ക് അതിനൊക്കെ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ കാറ് കാണാൻ പോകണോടത്ത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാം കേട്ടോ. അത് ഈ ഒരു ചുരിദാറിൻ്റെ വീഡിയോ പൊന്നുവിൻ്റെ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ്. പൊന്നു എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് പൊന്നു എടുത്തന്ന് വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നാളെ എടുത്ത അപ്പുറത്തെ വീട്ടിലെ ഫംഗ്ഷനും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ അതല്ല പറഞ്ഞു ഈ ചുരിദാർ അവിടെ എത്തിച്ചോണ്ട് അവിടെ ഇത് കാണുന്നത് അപ്പൊ മേടിക്കും. അതെ. അപ്പൊ ഈ ഒരു ചുരിദാർ നമ്മൾ ലൈൻസ് എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറെ ആയിട്ട് ഇത്രയും ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല, പക്ഷെ അതിനാണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്നോട് എടുത്തോ എനിക്കറിയണം എന്റെ സേനയേക്കാൾ നല്ല സെലക്ഷൻ എനിക്ക് വെള്ളമാണ്. അങ്ങനെ എനിക്ക് അവിടെ വെക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫേസിൻ്റെ അപ്പോൾ അതേ ഭംഗിയില്ലേ നോക്കിക്കേ. നല്ല ചുവന്ന കമ്മലും ചുവന്ന കുങ്കും ഇതും കൂടി വയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്.
നമ്മുടെ ഫേസിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഇല്ലേ? ഈ ഒരു കളറും ഇങ്ങനെ ഇതൊക്കെ ആയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ചുരിദാർ ഉണ്ട്. അപ്പൊ ഇത് ചുരിദാർ എവിടുന്നാന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചാവക്കാട് നമ്മളെ റിലാക്സ് എന്നായിരുന്നിട്ട് ഈ ഒരു ചുരിദാർ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പൊ അത് അവർക്ക് ചാവക്കാട് പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചാവക്കാട് പോയി എടുക്കണമെങ്കിൽ എടുക്കാം. ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്താണ്. അതേപോലെ ആദി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഇൻസ്റ്റ പേജും ഓൺലൈൻ ബിസിനസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻസ്റ്റ പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തോ. ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു കളറ് ഇപ്പോൾ കുറേ ഡ്രസ്സ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ ഇറക്കാൻ പോയിട്ടുണ്ട്, എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഒരുപാട് മൂവിങ്ങുകളാകുമ്പോൾ വീണ്ടും വീണ്ടും അതെല്ലാം നടക്കുമല്ലോ. അപ്പം ഇത് നല്ല മൂവിങ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു കളറ് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ, ഒരു നീല, ഭയങ്കര രസമായിട്ട് അത് കാണാൻ. എല്ലാവരും നല്ല അഭിപ്രായം നമ്മൾ കണ്ടവരൊക്കെ. കുശുമ്പന എന്താ പറയുക, നല്ല ചെറുപ്പായി ഭംഗി വെച്ചത് ഇങ്ങനെ കണ്ടപ്പോ. ചെറുപ്പായാലും ഭംഗി വെച്ചാലും അനുഭവിക്കുകയാണല്ലേ. അതിന്റെ മുകളില് ഇനി എന്തൊക്കെ നല്ലൊരു എന്ത് കൊത്തുപണി ചെയ്താലും അനുഭവിക്കുകയാണല്ലോ. ഭംഗി ആയിക്കോട്ടെ, മനസ്സിലായി. എന്നാലും ഓരോരുത്തരും ഭാഗ്യം ഭംഗിയുടെ പെണ്ണുങ്ങളെ കിട്ടുന്നത്. നിങ്ങള് ഭാഗ്യം ഭാഗ്യാണ് പറഞ്ഞിട്ടല്ല. ചില നേരത്തിന് പ്രഷർ കിട്ടുന്നുണ്ടോ എടുത്തിട്ട് എന്നെ കേട്ടില്ല. അതാ പറഞ്ഞിട്ടില്ല. ചെറിയ 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 കാര്യങ്ങൾ വന്നിട്ടാണ്. അതായത് ഇന്നത്തെ ഒരു അനുഭവം അവിടെ പന്തിടുമ്പോ ആ ചവിട്ടി അവര് മാറ്റി പിടിക്കാൻ വേണ്ടേ, അപ്പൊ ഒരു ചവിട്ടി എടുത്തത്. അപ്പൊ അത് നമ്മുടെ ചവിട്ടി അവരോട് മാറ്റിക്കോന്ന് പറഞ്ഞു. അത് മേടിച്ച കൊണ്ട ചോദ്യം. എന്നിട്ട് എന്നോട് 100 അഭിപ്രായം ഇത് അവിടെ വെക്കല്ലോ ഇപ്പോഴൊക്കെ. അപ്പൊ അതാ പറയണത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നത് അല്ലെങ്കിൽ കോണിടിച്ചോ, എന്തിനാ ആളിനെ കോണിടിച്ചോ അവിടെ പുറത്ത് ചവിട്ടിയിരുന്നു. ഞാൻ ചോദിച്ചത് തെറ്റുണ്ടോ? ഭദ്രായിട്ട് സോക്കേസിൽ വേണം കൊണ്ട് ചിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. എനിക്കൊരു കുശുമ്പ്. ഇപ്പൊ കുശുമ്പനായിട്ട് ആരെങ്കിലും ഭംഗി അപ്പം മാതം പോകും. ഇതൊക്കെ എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഭംഗിയൊക്കെ നിലനിൽക്കുന്നത്. സത്യമായിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ ദൈവത്തിനെ വിളിക്കണം. എന്തുകൊണ്ട് എല്ലാരും പുതിയതല്ല, ഞാൻ ഈ ദൈവത്തിനെ ഒരുക്കി വിളിക്കുന്നത് കൊണ്ടാണ് ഈ ഭംഗിയൊക്കെ നിലനിൽക്കണം. മനസ്സിലായില്ല? അതെന്നാ ഞാൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കാൻ എന്റെ പൊന്നി ഭംഗി വരട്ടെ. മനസ്സിലായില്ല? കയറെടുക്കണോ ലോണേ മനുഷ്യന്മാരെ. പക്ഷെ എന്നാലും അന്നേരന് ഇന്ത്യയില് ഭയങ്കര ഭാഗ്യമുള്ള മനുഷ്യരിക്കും. ഭാഗ്യം ഇതാണോ ഭാഗ്യം? ഞാൻ എന്ത് ചെയ്തു? കൂർക്ക വരെ കുണിക്കുമോളെ വീഡിയോടെ നിങ്ങളോട് ആൾക്കാരും കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കാം, ആൾക്കാർ ചോദിക്കാം കുണക്കാനും കുണിക്ക് അച്ഛന്റെ കൂർക്ക വേണ്ടിയാണ് കെട്ടുന്നത്, അമ്മയുടെ കൂർക്ക വേണ്ടിയാണ് കെട്ടുന്നത്. കുണിക്കേ അമ്മയുടെ മോള് വന്നേ. അതേ ഒരു ചോദ്യം വന്നിക്കുക. കുണിക്കുമ്പോൾ അച്ഛൻ ഉറങ്ങുന്ന അച്ഛനാണോ കൂർക്ക വലിക്കുന്ന കേൾക്കാറ്, അമ്മ കൂർക്ക വലിക്കുന്ന കേൾക്കാറ്?
ഞാനെ വിളിച്ചെനിക്ക് അല്ല ഞാൻ എന്തിനു കേൾക്കാതിരിക്കുന്നു സത്യം പറഞ്ഞല്ലേ ഞാൻ സത്യം പറഞ്ഞോണോ പറഞ്ഞോട്ടോ ഇങ്ങോട്ട് വന്നാലേ കാണുള്ളൂ ഇങ്ങനെ കുറുക്കടിക്കാ ഇങ്ങോട്ടോ എങ്ങനെയാ അച്ഛനെ പത്തിന്ന് വിളിക്കണേ മുഖത്തേക്ക് വെച്ച പോരാ എന്തിനാണ് പേര് നന്നായിട്ടില്ലേ അപ്പൊ അങ്ങനെ ഇതൊക്കെ ഞങ്ങള് ഞാൻ ലൈഫിലെ ചെറിയ ചെറിയ ഹാപ്പിനെസ്സും തമാശകളൊക്കെ ആ ഒരു വഴിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനിയിപ്പോ എന്നെ കൊലക്ക് വിളിക്കേണ്ട ഒരുത്തൻ ബുക്ക് പൊതിഞ്ഞിട്ട് എനിക്ക് എല്ലാവരും ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. ബുക്ക് പൊതിയലും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനി ചെയ്യണം. അല്ലേ കേട്ടോ? എന്താ ഒരു ഗ്ലാസ് ചട്ടൻ ചായ കുടിക്കണം. ചട്ടൻ ചായ കട്ടൻ ചായ കുടിക്കണം. സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നേ സുന്ദരിയെ. അതെ ഒരു കാര്യം പറയുന്നത് സത്യേട്ടന്റെ പിറന്നാളാണ്. ഒരുപാട് വർഷം ഇരിക്കട്ടെ. ഭരണിനാണ് സത്യേട്ട ഭരണി. അങ്ങനെ അനിയൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേയാണ്. സത്യേട്ടൻ്റെ പിറന്നാളാണ്. വിഷയമില്ല. ഹാപ്പി ബർത്ത്ഡേ സത്യേട്ട. ഹാപ്പി ബർത്ത്ഡേ സത്യേട്ട. ഒരു 100 കൊല്ലം ആയുസോടെ ജീവിക്കാം. സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ മാത്രം വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കാണ്. പക്ഷെ നമുക്ക് സന്തോഷം, മനസ്സമാധാനവും ആരോഗ്യം നന്നായിരിക്കണം. എന്നാലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഇരിക്കുന്ന കാലഘട്ടം നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കണം. അപ്പം എന്തായാലും ഒരുപാട് വർഷം നല്ല ആരോഗ്യത്തോടെ ഇതിൻ്റെ ഹാപ്പി ആയിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് പോയാലാ. ഇതാ പോയ പൊട്ടിത്തേവാൻ്റെ ബുക്ക് പൊഞ്ഞു കൊടുത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ ഞാനൊരു റീൽസ് എടുക്കണം. എന്തായാലും നല്ല ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഒരു റീൽസ് നോക്കിയാൽ